അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരമാണ് കോൺഗ്രസിൽ തലപൊക്കുന്നത്. പ്രതിപക്ഷ സ്ഥാനത്തിരുന്നവർ മുഖ്യമന്ത്രിയായും അല്ലാതെയും വന്നിട്ടുണ്ട്. മുന്നണികൾ രൂപം കൊണ്ട 80കൾ മുതൽക്കുള്ള ചരിത്രം ഒന്ന് നോക്കാം. 1980-81 മുഖ്യമന്ത്രി ഇ.കെ. നായനാരാണ്. പ്രതിപക്ഷ നേതാവാകട്ടെ കെ. കരുണാകരൻ. 81-82 വരുമ്പോൾ മുഖ്യമന്ത്രി കെ. കരുണാകരനാകുന്നു. പ്രതിപക്ഷ നേതാവ് ഇ.കെ. നായനാരാകുന്നു. ഇനി 82-87 വർഷങ്ങളിൽ മുഖ്യമന്ത്രി കെ. കരുണാകരൻ തന്നെ, പ്രതിപക്ഷ നേതാവ് ഇ.കെ. നായനാർ. 87-91 എത്തുമ്പോൾ മുഖ്യമന്ത്രി ഇ.കെ. നായനാറാണ്. പ്രതിപക്ഷ നേതാവ് കെ. കരുണാകരൻ. 91-95 കാലയളവിൽ മുഖ്യമന്ത്രി കെ. കരുണാകരനാണ്. 91-92 കാലയളവിൽ പ്രതിപക്ഷ നേതാവ് ഇ.കെ. നായനാർ തന്നെ. 92-95 പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനാകും. 95-96 കാലയളവിൽ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയാണ്. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. 96-2001 മുഖ്യമന്ത്രി ഇ.കെ. നായനാർ. പ്രതിപക്ഷ നേതാവ് എ.കെ. ആന്റണി. 2001-2004 മുഖ്യമന്ത്രി എ.കെ. ആന്റണി. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. 2004-2006 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. 2006-2011 മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി. 2011-2016 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. 2016-2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ.